ഗായ്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാൻ ഇവിടെ നല്ല അടിപൊളി എനർജറ്റിക് ആയിട്ടിരിക്കണു. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തൊട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ നല്ലൊരു അഡ്രിനാലിൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ തുടങ്ങിയൊരു വീഡിയോ ആണ് കേട്ടോ. ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ഇപ്പോൾ നമ്മൾ 36 വീക്സ് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയായിരുന്നു എൻ്റെ ഒരു ദിവസം എന്നുള്ളതൊക്കെ പിന്നെ എനിക്ക് ഈ വീഡിയോ എടുത്ത് നോക്കുമ്പോഴൊക്കെ നല്ലൊരു രസമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച ഒരു സാറ്റർഡേ വ്ളോഗാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എങ്ങനെയാ, സമയം കളയാൻ തുടങ്ങല്ലേ? വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. രാവിലെ നീറ്റ് കേർട്ടനൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ ആദ്യം കണ്ണി ബാസ്ക്കറ്റിലോട്ടൊന്ന് പോകട്ടോ. നല്ല ക്യൂട്ടല്ലേ കാണാൻ? കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് ഒരാളിവിടെ കിടക്കുന്നുണ്ടായിരിക്കും. എത്ര പെട്ടെന്ന് ഈ ഒരു പ്രഗ്നൻസി ഫേസ് പോയേ. പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ഒരു സമയം എനിക്ക് ഓർമ്മയുള്ളൂ. ഇപ്പോൾ അതേ ഡെലിവറി ആവാനായി ഓൾമോസ്റ്റ്. പിന്നെ ഈ ഒരു പ്രഗ്നൻസി പില്ലോ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. എനിക്ക് ആക്ച്വലി നമ്മുടെ സാധാ പ്രഗ്നൻസി പില്ലോനേക്കാളും കുറച്ചും കൂടെ വർക്ക് ആയത് ഇതാണ് കേട്ടോ. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കുമല്ലോ ശരിയാവുക. എനിക്ക് മറ്റേൻ്റെ അകത്ത് കിടക്കുമ്പോൾ കുറച്ചൊരു ശ്വാസം മുട്ടുന്നൊരു ഫീല്, എനിക്ക് കുറച്ച് സ്പേസ് ഒക്കെ വേണം കിടക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഞാൻ ഇതിലോട്ടൊന്ന് മാറി നോക്കിയേട്ടോ. ഇതെനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്തു. നമുക്ക് എവിടെയൊക്കെയാണോ സപ്പോർട്ട് ആവശ്യം അവിടെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു പ്രഗ്നൻസി പില്ലോ ആണ്. കഴിഞ്ഞൊരു 1-2 ആഴ്ചയായിട്ട് ഇവിടെ ഭയങ്കര ചൂടാണേ. നമ്മൾ ഈ പ്രഗ്നൻ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ ചൂട് ഫീൽ ചെയ്യുന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി അതും കൂടെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ചില സമയത്തൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പോലും നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. കുറേ ഫ്രൂട്ട്സും വെള്ളവും ഒക്കെ കുടിച്ച് എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി മുന്നോട്ട് പോകുന്നു എന്നേ ഉള്ളൂ. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇങ്ങനെ വേർത്തൊക്കെ എണീക്കില്ലേ, ആ ഒരവസ്ഥയാണ്. സമ്മറൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഫേസ് വാഷും മോയ്സ്ചറൈസറും ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ന്യൂട്രിഡേമിൻ്റെ ഈ ഒരു ഡുവോ പാക്കാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു കോമ്പിനേഷനിൽ ഒരു ഫോമിംഗ് ക്ലെൻസറും ഒരു മോയ്സ്ചറൈസിങ് ലോഷനുമാണ് വരുന്നത്. ഇത് ന്യൂട്രിഡേമിൻ്റെ പുതിയൊരു പ്രൊഡക്റ്റാണ്, ഒരു ഫോമിംഗ് ക്ലെൻസർ. സമ്മർ ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ സൺ എക്സ്പോഷറും ഓയിലും സ്വെറ്റും പൊല്യൂഷനും എല്ലാം കൂടുതലായിരിക്കും. ഇതെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫേസ് വാഷ് ആയിരിക്കും സമ്മർ സീസണിലെ ബെസ്റ്റ് ചോയ്സ്. പിന്നെ എനിക്ക് അത്യാവശ്യം നല്ല ഡ്രൈ സ്കിൻ ആയത് കാരണം സ്കിൻ അത്യാവശ്യം ഡ്രൈ ഔട്ട് ചെയ്യാത്ത രീതിയിൽ ഒരു ഫേസ് വാഷും കൂടെ വേണമായിരുന്നു. ഓൾ ടുഗെദർ ന്യൂട്രിഡേമിന്റെ ഈ ഒരു ഫോമിംഗ് ക്ലെൻസർ എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലെ എല്ലാ ഇൻഗ്രീഡിയൻസും പ്രഗ്നൻസി സേഫ് ആണ്. നയാസനമൈഡ്, പാന്തനോൾ, വൈറ്റമിൻ സി സ്കിൻ നല്ല ഫ്രഷ് ആയിട്ടും ബ്രൈറ്റൻ ആയിട്ടും റിഫ്രഷ്ഡ് ആയിട്ടും വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡയറക്ട്ലി നമുക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്തത് ന്യൂട്രിഡേമിന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അവരുടെ മോയ്സ്ചറൈസിങ് ലോഷൻ. ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ ആൾക്കാർക്കും അറിയുന്നുണ്ടായിരിക്കും. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് ലോഷനാണ്. ഇത് വൈറ്റമിൻ ഇ എൻറിച്ച്ഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. നമുക്കൊരു എവറിഡേ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ നമുക്കൊരു മേക്കപ്പ് ബേസ് ഒക്കെ ആയിട്ടും ബെസ്റ്റ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ്. പിന്നെ റീസെന്റ് ഞാൻ വയറിലും അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ, നമ്മുടെ ഗ്രോയിങ് ബെല്ലി ഒന്ന് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കാൻ വേണ്ടി. ഈ 2 പ്രൊഡക്റ്റ് കോമ്പിനേഷനും എനിക്ക് എൻ്റെ സ്കിന്നിൽ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് കൊടുക്കാം, ഒപ്പം ഡിസ്ക്രിപ്ഷനിലും. ന്യൂട്രിഡേമിന്റെ എല്ലാ പ്രൊഡക്ട്സും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, ഒപ്പം ഐബീരിയ സ്കിൻ ബ്രാൻഡ്സിലും അവൈലബിൾ ആണ്. ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ പ്രഗ്നൻസി ടൈമിൽ ഞാൻ വേറെ എന്തൊക്കെ സ്കിൻ കെയർ ചെയ്യാറുണ്ടെന്ന് നിങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞൊരു 5-6 മാസമായിട്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീനും അല്ലാതെ വേറെ ഒരു സ്കിൻ കെയറും ചെയ്യാറില്ല. ഈ പ്രഗ്നൻ്റ് ഒക്കെ ആകുമ്പോൾ സ്കിന്നിൽ കുറച്ച് നല്ല മാറ്റങ്ങളൊക്കെ ഒരു 5-6 മാസം കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൽ തന്നെ ഞാനിപ്പോൾ തൽക്കാലം സാറ്റിസ്ഫൈഡ് ആണ്. ഇനി പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ ഇന്നത്തെ ഡേ തുടങ്ങാൻ നമ്മൾ റെഡി. ഇന്നലെ രാത്രി നല്ല ഉറക്കമൊക്കെ കിട്ടിയതുകൊണ്ടേ രാവിലെ നല്ല ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ജനലൊക്കെ ഒന്ന് തുറന്നിടാം, കുറച്ച് വായുവൊക്കെ ഒന്ന് അകത്ത് കയറട്ടെ. വിഷ്ണു എല്ലാ ദിവസവും എന്നെക്കാളും നേരത്തെ എണീക്കുന്ന ആളാണ്. എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ജോലിക്ക് കയറലും ഓഫീസിൽ പോക്കൊക്കെ ആയിട്ട് ഓട്ടമല്ലേ. സാറ്റർഡേ കുറച്ച് സ്ലോ ആയിട്ടുള്ള ഒരു മോർണിംഗ് ആണ് വിഷ്ണുവിന്. ഒരു മീ ടൈം ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബിസ്ക്കറ്റും ചായയൊക്കെ കുടിച്ച് കുറച്ച് മൊബൈലൊക്കെ നോക്കിയിരിക്കുന്നത്. അന്തപ്പെട്ടിരിക്കുന്നു. ഈ ഭക്ഷണം കഴിക്കാത്തോണ്ട് ചായ കുടിക്കുന്നിട്ട് ഞാൻ പഴം കൂടെ പിടിക്കാൻ ചെയ്യാൻ പോട്ടെ. ഞാൻ പിടിക്കൊണ്ട് വേണം നീ കഴിക്കും, ഞാൻ കാപ്പി 6 മണിക്ക് കാര്യങ്ങൾ തീർത്ത് തരട്ടെ. ഉച്ചയ്ക്ക് ശേഷം അപ്പൊ ഞാൻ നമ്മൾ ഇറങ്ങുമ്പോൾ 12-1 മണിയാവും. ലഞ്ചാക്കിയിട്ട് ലഞ്ച് വെച്ചിട്ട് ഇറങ്ങുക. അപ്പൊ നിനക്ക് 4 മണിക്കാണ് ഇവിടെ എത്തേണ്ടത്. 4:30 എത്ര? 4:30 അപ്പൊക്ക് എത്താൻ പറ്റുമല്ലോ. 2 ഷോപ്പിംഗ് ഉണ്ടപ്പോഴത്തേക്ക് എത്താൻ പറ്റുന്നതാണ്. വേറെ ഒന്നും ചെയ്യില്ലല്ലോ. ഒന്ന് ഹാക്കോല് പോകണം. ഹാക്കോല് എങ്ങനെ പോകും നമ്മൾ? ഈ ഇടയിൽ എന്തിനീ 5 മണിക്ക് അടയ്ക്കും. ഹാക്കോ പോയിട്ട് ഡ്രസ്സ് വാങ്ങിച്ചിട്ട് മറ്റിടത്ത് പോകാം.
അപ്പോൾ ആ കോൺവെർസേഷന് ഇന്നത്തെ ഒരു ദിവസത്തെ ഏകദേശം പ്ലാനിങ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്ക് ലഞ്ച് കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങണം. കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, അതെന്താണെന്ന് ഞാൻ പറയാം. പിന്നെ ഹാക്കോയിൽ പോകണം എന്ന് പറഞ്ഞില്ലേ, ഹാക്കോ ഇവിടുത്തെ ഒരു ഫേർണിച്ചർ ഷോപ്പാണ് കേട്ടോ. ഒരു റീക്ലൈനർ ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മളവിടെ, ഫീഡിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ. പക്ഷെ അത് ഇതുവരെ ഡെലിവർ ആയിട്ടില്ല. ഇപ്പോൾ ഏകദേശം 7 ആഴ്ച കഴിഞ്ഞു. അപ്പോൾ അത് ഓർഡർ ക്യാൻസലായി പോയോ എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. കസ്റ്റമർ സർവീസ്ക്ക് വിളിച്ചിട്ടൊന്നും റെസ്പോൺസ് ഇല്ല. അപ്പോൾ നമുക്ക് ഇന്ന് പറ്റുകയാണെങ്കിൽ ആ ഷോപ്പിലൊന്ന് പോകും കൂടെ വേണം. നേരത്തെ പറഞ്ഞില്ലേ, സാറ്റർഡേ രാവിലെ വിഷ്ണു അധികം ഒരു ചായയൊക്കെ ഉണ്ടാക്കി ഒരു ബിസ്ക്കറ്റൊക്കെ കഴിച്ചിരിക്കുന്നത് വിഷ്ണുവിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സമയമാണ്. അതേപോലെ വീക്കെൻഡ്സ് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് രാവിലെ എണീറ്റ് നല്ല സൈലൻസിൽ 1-2 ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ച് ഉറക്കം നമ്മുടെ 90s പാട്ടൊക്കെ വെച്ച് കുക്ക് ചെയ്യുക എന്നുള്ളത്. ഒന്നെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആക്കും അല്ലെങ്കിൽ ലഞ്ചാക്കും. ഇന്നിപ്പോൾ ഈ സമയത്ത് ഞാനിവിടെ ഒറ്റയ്ക്കാണ്. വിഷ്ണുവിന് കാറ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. അതിന് വിഷ്ണു പോവുകയാണ്. അപ്പോൾ ഇത് എൻ്റെ ഒരു മീ ടൈമാണ്. ഈ ചന്ദനത്തിരി വെക്കുന്ന ഈ ഒരു സ്റ്റാൻഡില്ലേ, ഇതെനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സ്റ്റാൻഡാണേ. നമ്മൾ 2-3 കൊല്ലം മുന്നേ നമ്മൾ ഇവിടുന്ന് ഗേൾസ് എല്ലാവരും കൂടെ ബാർസലോണയ്ക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ പോയിട്ട് ഈ ഒരു സംഗതിയാണ് ഞാൻ വാങ്ങിയത്. ബാർസലോണയിൽ നിന്ന് എന്തിനാണ് ഇത് വാങ്ങിയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അന്ന് തൊട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണിത്. ഇപ്പം അത്യാവശ്യം നല്ല ചൂടായത് കാരണം ദോശമാവൊക്കെ പൊളിച്ച് കിട്ടൽ വലിയൊരു പണിയല്ല കേട്ടോ. ഞാനിപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ കൃത്യമായിട്ട് ദോശയ്ക്ക് മാവ് അരച്ച് വെക്കും. ഒന്നാമത് ഇപ്പം എനിക്ക് രാവിലെ ദോശ, ഇഡ്ഡലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാൻ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും കുറച്ച് മാവ് ഫ്രിഡ്ജിൽ സ്റ്റോക്കാക്കി വെക്കും. ഇന്ന് നമ്മൾ ലഞ്ചിനാണ് ഇഡ്ഡലിയും ചിക്കൻ കറിയും പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് രാവിലെ നമുക്ക് വിശപ്പടക്കാൻ വേണ്ടി ഒരു 2 മുട്ടയും ഒരു ഏത്തപ്പഴം പുഴുങ്ങും കൂടെ ചെയ്യാം. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു സ്റ്റീമറാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10-12 യൂറോ എന്തോ ആണ്. പക്ഷെ ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്കിങ്ങനെ ഏതൊരു പാത്രത്തിൻ്റെ ഉള്ളിലും വെച്ച് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സ്റ്റീം ചെയ്തെടുക്കാം. വലിയൊരു കവർക്ക് മാറ്റും അത്. നമ്മുടെ ഈ ഗാർഡൻ ക്ലീൻ ചെയ്തിട്ടുള്ള കുറച്ച് ഇലകളും കാര്യങ്ങളും ഒക്കെ ഒരു കവറിൽ കെട്ടി ആ ഒരു കോർണറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2-3 തവണ ഇവിടെ ഗ്രീൻ വേസ്റ്റ് വരുമ്പോൾ നമ്മൾ കളയാൻ നോക്കിയെങ്കിലും അവർ ആ കവർ കൊണ്ടുപോയില്ല. അതുകൊണ്ട് ഒരു 2-3 വീക്സ് ആയിട്ട് ഐറ്റം അവിടെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ ഇപ്പോൾ കുറച്ച് മണ്ണിരയൊക്കെ വന്നിട്ടുണ്ട്. അത് നമുക്കൊരു വലിയ കവറിലാക്കിയിട്ട് വേണം ഇന്ന് വേസ്റ്റ് കൊണ്ട് കളയുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ദിവസം എന്തോ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഡ്ഡലിയും മട്ടൻ കറിയും കോമ്പിനേഷൻ. ഞാൻ മട്ടൻ കഴിക്കില്ല, പക്ഷെ എന്നാലും കണ്ടു കഴിഞ്ഞപ്പോൾ കഴിക്കുന്ന രീതിയൊക്കെ കണ്ടപ്പോഴേ ഭയങ്കര കൊതി വന്നു. നമുക്ക് മട്ടൻ മാറ്റി ഒരു ചിക്കൻ കറി ആക്കാം. ഞാൻ ഈ ഇഡ്ഡലിയും ചിക്കൻ കറിയും കോമ്പിനേഷൻ ഭയങ്കര അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ കഴിക്കുക എൻ്റെ വീട്ടിലുണ്ടാക്കി ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ലഞ്ച് ഇഡ്ഡലിയും ചിക്കൻ കറിയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലേക്കാളും കുറച്ചും കൂടെ തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഇഡ്ഡലിയും ചിക്കൻ കറിയും. കഴിഞ്ഞ ദിവസം വിഷ്ണുവിൻ്റെ സിസ്റ്റർ വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ ഈ കൊതിനെ പറ്റി ഇങ്ങനെ പറയുമായിരുന്നേ. അപ്പോൾ അവൾ പറയുമായിരുന്നു തമിഴ്നാട്ടിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഇഡ്ഡലിയും ചിക്കൻ കറിയും. വിധുവിന് എങ്ങനെയാണ് തമിഴ്നാട്ടിലെ കാര്യം അറിയാമെന്നല്ലേ. വിധു തമിഴ്നാട്ടിലാണ് ബിടെക് ചെയ്തത്. ഇതെൻ്റെ ചോപ്പറാണ് കേട്ടോ. റീസെൻ്റ് ആയിട്ടാണ് ഞാൻ കണ്ടുപിടിച്ചത്. ഇതിൻ്റെ അടിയിൽ ഇങ്ങനൊരു അടപ്പുണ്ട്. ഇത് ഊരിയിട്ട് നമുക്ക് ചോപ്പ് ചെയ്ത സാധനം ഇതിൽ തന്നെ അടച്ചു വെക്കാം. ഭയങ്കര സന്തോഷമായിരുന്നു എനിക്കത് കണ്ടുപിടിച്ചപ്പോൾ. ഇത്രയും കാലം എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഒരാഴ്ച മുന്നേ കണ്ടുപിടിച്ചത്. ഒരു 10 മിനിറ്റ് പഴമൊക്കെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതിവിടെ ചൈനീസ് ഷോപ്പിൽ കിട്ടുന്ന പഴമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ നേന്ത്രപ്പഴമൊന്നുമല്ല. അപ്പോൾ ഈ പഴവും 2 മുട്ടയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാനിവിടെ വന്ന കൊല്ലമായിരുന്നു അമ്മുച്ചേച്ചി ഡാനീനെ പ്രഗ്നൻ്റ് ആവുന്നത്. അന്ന് ഞാൻ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. അമ്മുച്ചേച്ചി കുറേ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് വെള്ളം കുടിക്കുന്നത്. അന്നത് എന്തിനാ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പുറത്തെ ചൂടും അകത്തെ ചൂടും കൂടെ ആയിട്ടേ ഭയങ്കര ചൂടാണ്. അപ്പം നല്ല തണുത്തൊരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കുന്നത് നല്ല സുഖമാണ്. എനിക്ക് മുന്നേ നല്ല ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു ഈ മുട്ട. ഏത് ഫോമിലാണെങ്കിലും ഞാൻ നല്ല അടിപൊളിയായിട്ട് കഴിക്കും. പക്ഷേ ഇപ്പോൾ ഈ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഡെയിലി 2 മുട്ട വെച്ച് കഴിച്ച് എനിക്ക് മുട്ട കാണുന്നതേ ഇഷ്ടമല്ലാത്തൊരവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്ഥിരം മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ രാവിലത്തെ കഴിപ്പ് പരിപാടിയൊക്കെ തീർന്നു. ഞാനൊരു കോൾ സെന്ററിൽ കയറിയ അവസ്ഥ കേട്ടോ. ശനിയാഴ്ച രാവിലെ അമ്മേനെയൊക്കെ ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അങ്ങനെ അമ്മേനെ അങ്ങോട്ട് തുടങ്ങി. അമ്മേനെ വിളിച്ചു, അതിനുശേഷം അപർണേനെ വിളിച്ചു, അൽക്കേനെ വിളിച്ചു, രോഹിത്തിനെ വിളിച്ചു. അങ്ങനെ 12:30 ആകുമ്പോഴേക്കും നമ്മുടെ ലഞ്ച് റെഡിയാക്കി തീരണം എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. ഇപ്പൊ 12:25 നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി സമയം കളയാതെ പെട്ടെന്ന് കുക്ക് ചെയ്യാം. ഞാൻ രോഹിത്തും കഴിഞ്ഞ 2 ആഴ്ചയായിട്ടേ ചെറിയ അടിയിലായിരുന്നു. അപ്പോൾ അടി കോംപ്രമൈസ് ആക്കണോ ഇഡ്ഡലി ഉണ്ടാക്കണോ എന്ന് വിചാരിച്ചു. എന്തിനാണ് ഈ അടിയൊക്കെ എടുത്ത് വെക്കുന്നത്, കോംപ്രമൈസ് ആക്കാമോ? അങ്ങനെ ഞങ്ങൾ തമ്മിൽ അടി കോംപ്രമൈസ് ആക്കാൻ വിളിച്ചിട്ട് വേറെ അടിയായി. പിന്നെ ആ അടി കോംപ്രമൈസ് ആക്കി ഇത് കോംപ്രമൈസ് ആക്കേണ്ടി വന്നുകൊണ്ടാണ് സമയം കൂടുതൽ എടുത്തത്. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഇഡ്ഡലിയും ചിക്കൻ കറിയും വിഷ്ണു വരുന്നതിന്റെ മുന്നേ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ല. 12 എന്നുള്ളത് 1 മണിക്കെങ്കിലും നമുക്ക് ഉണ്ടാക്കി തീരാൻ പറ്റുമെന്ന് ശ്രമിക്കാം.
ഒരു കുക്കർ ചിക്കൻ കറി ഉണ്ടാക്കുന്ന മുന്നേ ഞാൻ ഒരു കുക്കർ ചിക്കൻ കറി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എല്ലാം കൂടെ നമ്മൾ ഈ ഒരു കുക്കറിലോട്ട് ഇട്ട് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും തക്കാളിയും എല്ലാം പിന്നെ പൊടികളും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് 2 വിസില്. അപ്പൊ അത് കുറച്ച് വെള്ളം പോലത്തെ കറിയാണ്. അതിനേക്കാളും കുറച്ചൊരു തിക്ക് ഗ്രേവി ആയിരിക്കുമല്ലോ നമ്മുടെ ഇഡ്ലിക്ക് ടേസ്റ്റ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം ചിക്കൻ ഇട്ട് നമുക്ക് ഒരു കുക്കർ ചിക്കൻ കറി തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാം. അരമണിക്കൂറാണ് നമ്മുടെ സമയം. അരമണിക്കൂറിൽ നമ്മൾ ഇഡ്ലിയും ചിക്കൻ കറിയും റെഡിയാക്കുന്നതാണ്. കുറച്ചധികം ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മള്. കാരണം ഇന്ന് അമ്മു ചേച്ചിക്ക് ക്ലാസ് ഉള്ള ദിവസമാണ്. അപ്പൊ സഞ്ചേട്ടനും പിള്ളേരും അവിടെ ഒറ്റയ്ക്കാ. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ഇഡ്ഡലി കുറച്ചധികം ഉണ്ടാക്കി ഒന്നെങ്കിൽ അവരോട് ഇങ്ങോട്ട് വരാൻ പറയാം, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ പോകുന്ന വഴിക്ക് സഞ്ചേട്ടനും പിള്ളേർക്കും കൂടെ ഇഡ്ഡലിയൊക്കെ കൊടുത്തിട്ട് നമുക്ക് പോവാന്ന്. ഇന്ന് പ്രദുവും ഗീതവും ലഞ്ചിന് വിളിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ, കാരണം എനിക്ക് ഇഡ്ഡലിയും ചിക്കൻ കറിയും കഴിക്കാൻ വേണ്ടി ഭയങ്കര കൊതി. അവരിന്നെന്തോ ഇറച്ചിച്ചോറോ അങ്ങനത്തെ എന്തൊക്കെയോ സംഗതിയാണ് ഇന്ന് അവരുടെ ലഞ്ച്. ഇപ്പൊ ഈവനിങ് നമുക്കൊന്ന് അവിടെ കയറാം. രണ്ട് തവണ ഞാൻ ഇഡ്ലിത്തട്ട് അടുപ്പിൽ വെച്ച് കഴിച്ചതുകൊണ്ട് ഇഡ്ലിത്തട്ടിന്റെ അവസ്ഥ അത്ര നല്ലതല്ല കേട്ടോ. അതുകൊണ്ട് അമ്മയും അച്ഛനും വരുമ്പോൾ ഇഡ്ലിത്തട്ട് കൊണ്ടുവരാൻ പറയണം. നമ്മൾ കുക്കർ വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലോട്ട് നമ്മൾ ഉള്ളി ആഡ് ചെയ്യണം കേട്ടോ. ഈ ചിക്കൻ കറി ഒരു തവണ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. റോസാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയതിന് ശേഷം ചിക്കൻ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി തിക്ക് ഗ്രേവി നമുക്ക് കിട്ടും. മറ്റേത് ഭയങ്കര ലൂസായിട്ടല്ലേ കിടക്കുക. അപ്പൊ ഒരു തവണ ഉണ്ടാക്കിയപ്പോ തിരക്കേടുണ്ടായിരുന്നില്ല. നമ്മളിവിടെ കാർപ്പറ്റ് ചേഞ്ച് ചെയ്തല്ലോ, അപ്പൊ അതിന്റെ വേസ്റ്റ് ഫുള്ള് നമ്മൾ കളയാൻ വേണ്ടിയിട്ട് കാറിൽ കയറ്റിയിട്ടാണ് കൊണ്ട് കളയുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് കാറിന്റെ അവസ്ഥ കുറച്ചധികം മോശമാണ്. അതുകൊണ്ട് വിഷ്ണുവിന് കഴുകാൻ കുറച്ചധികം ടൈം എടുക്കുന്നുണ്ടായിരിക്കും. ഇനി ബാക്ക് ടു ചിക്കൻ കറി. വളരെ സിമ്പിളാണ്. എണ്ണ ഒഴിക്കുക, ഉള്ളി വഴറ്റുക, ഉപ്പിടുക, അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പച്ചമുളക് ചെറുതാക്കി ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യുക. പിന്നെ അതേ ഗ്രാമ്പൂ, ഏലക്ക, കറുകപ്പട്ട, സ്റ്റാർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ആഡ് ചെയ്യുക. കുറച്ച് ഗാർലിക് പൗഡറും കൂടെ ആഡ് ചെയ്ത് ഇതാരാ വിഷ്ണു തിരിച്ചെത്തി. അപ്പോൾ ഗാർലിക് പൗഡർ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വിഷ്ണുവിന് ഡോറും തുറന്നു കൊടുക്കാം കേട്ടോ. ആ സൈഡിലിരിക്കുന്നത് മുഴുവൻ നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള പാക്കേജസ് ആണ്. അതിൻ്റെ പിന്നിലൊരു വലിയ കഥയുണ്ട്. അത് ഞാൻ നമ്മുടെ വ്ളോഗ് മുന്നോട്ട് പോകുമ്പോൾ മെല്ലെ പറയാം. ഞാനും രോഹിത്തും കൂടെയുള്ള അടി ഇടയ്ക്കിടയ്ക്കുള്ള അടിയാണ് കേട്ടോ. പക്ഷെ നമ്മൾ തമ്മിൽ അടി ഉണ്ടായി കഴിഞ്ഞാൽ അതെപ്പോഴും കോംപ്രമൈസ് ആക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കാറ് വിഷ്ണുവാണ്. അപ്പോൾ ഇത്തവണയും വിഷ്ണു അത് കുറേ തവണ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു 2 ആഴ്ച സമയമെടുത്തു എനിക്കതൊന്ന് പ്രോസസ്സ് ചെയ്യാൻ. വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല, തൊട്ടു പിടിച്ചു മാന്തി അങ്ങനത്തെ സീനുകളുണ്ടല്ലോ, അതൊക്കെ ആയിരിക്കും. ഞാനും രോഹിത്തും ചെറുപ്പം തൊട്ടേ ഇഷ്ടം പോലെ അടി ഉണ്ടാക്കുന്ന സിബ്ലിങ്സ് തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്കിതൊരു ഒരു പുതിയ കാര്യമൊന്നുമല്ല. പക്ഷെ എന്നാൽ എനിക്ക് വിഷ്ണുവിൻ്റെ ഭയങ്കര റെസ്പെക്ട് തന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനും രോഹിത്തും കൂടെ എന്തെങ്കിലും ഒരു ചെറിയ അടി വന്നു കഴിഞ്ഞാൽ വിഷ്ണു ഭയങ്കരമായിട്ട് എന്നോടും രോഹിത്തിനോടും പറയും അതൊന്ന് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വിഷ്ണു ബേസിക്കലി ഒരു സമാധാനപ്രിയനാണ്. അപ്പോൾ ഇങ്ങനെ തെറ്റുക, മിണ്ടാതിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും വിഷ്ണുവിന് ഒട്ടും ഇഷ്ടമല്ല. എൻ്റെ സ്വഭാവത്തിലും അങ്ങനത്തെ തെറ്റ് മിണ്ടാതിരിക്കുന്ന കാര്യമൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്നാലും ധൈര്യപൂർവ്വം തെറ്റുന്ന 2 ആൾക്കാരാണ്, ഒന്ന് രോഹിത്തും പിന്നെ ഒന്ന് അമ്മയും. കഥയൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്ക് ചിക്കൻ കറി റെഡി ആയിട്ടോ. നേരത്തെ നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ വേണ്ട മസാലാസും കൂടെ ആഡ് ചെയ്ത് പിന്നെ ചിക്കനും തക്കാളിയും കൂടെ ഇട്ട് 2 വിസിൽ, അതിൽ നമ്മുടെ ചിക്കൻ കറി റെഡി. പിന്നെ ചെറിയൊരു ആർഭാടത്തിന് വേണ്ടി ഞാൻ നെയ്യിൽ കുറച്ച് തേങ്ങാ കഷ്ണം ഒന്ന് വറുത്തിടും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചിക്കൻ കറി റെഡിയായി. ഒപ്പം ഇഡ്ഡലി റെഡിയായി. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണേ. നമ്മുടെ കുക്കിംഗ് അങ്ങനെ ഓൾമോസ്റ്റ് തീർന്നു കേട്ടോ. നമ്മളിന്ന് രാവിലെ 40 ഇഡ്ഡലി ഉണ്ടാക്കി. അപ്പോൾ ഇനി 40 ഇഡ്ഡലി ഞാൻ 2ആയിട്ട് പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് സഞ്ചേട്ടനെ കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ട് കഴിക്കാം. പക്ഷെ അതിന് മുന്നേ ഞാൻ പോയിട്ടൊന്ന് റെഡി ആവാന്ന് വിചാരിച്ചു. എനിക്കൊരു ഭയങ്കര ആഗ്രഹം, കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ആഗ്രഹമായിരുന്നു. നമ്മൾ 2ൽ നിന്ന് 3ആയി, എന്നാൽ റിയലി 3ആവാൻ പോവാണല്ലോ. അപ്പൊ അതിന് മുന്നേ എനിക്കും വിഷ്ണുവിനും കൂടെ എവിടെയെങ്കിലും ട്രിപ്പ് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ ബേബി മൂൺ നാട്ടിലായിരുന്നല്ലോ. അപ്പോൾ അതല്ലാതെ എനിക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ തിരിച്ച് നമ്മളെത്തി ഒന്ന് ഇവിടെ സെറ്റിലായി വന്നപ്പോൾ 3rd ട്രൈമസ്റ്റർ ആയി. 3rd ട്രൈമസ്റ്ററിൽ അത്ര ഒരു 1 വീക്ക് ഓഫ് ട്രിപ്പ് ഒന്നും നമ്മുടെ മിഡ് വൈഫ് അത്ര സജസ്റ്റ് ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് പോകണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് ഉള്ളിൽ ആഗ്രഹം കിടക്കുന്നുണ്ടായിരുന്നു ട്രിപ്പ് പോകാൻ വേണ്ടി. ഇപ്പൊ എന്തായാലും ട്രിപ്പ് പോകാൻ പറ്റില്ല, കാരണം നമ്മളിപ്പോ 36 വീക്സ് ആണ്. അതുകൊണ്ട് ഒരു ഡേറ്റ് നൈറ്റിനെങ്കിലും പോവാന്ന് വിചാരിച്ചു.
അത്യാവശ്യം നന്നായി ഡ്രസ്സൊക്കെ ചെയ്ത് ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോയി തിരിച്ചു വരാം. കാരണം നാളെ ഇനി കുറച്ചൊക്കെ ആയി കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ബാക്ക് ഓഫ് ദ മൈൻഡ് എപ്പോഴും കുട്ടീനെ പറ്റിയൊരു തോട്ട് ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോഴായിരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് പോയി വരാൻ പറ്റുക. അപ്പോൾ ആ ഒരു മൊമെന്റ് ഒന്ന് എൻജോയ് ചെയ്യണമെന്ന് ഒന്നും കൂടെ ഒരു ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് ഒരു ഡേറ്റ് നൈറ്റിന് പോകണമെന്നൊരു ആഗ്രഹം. അപ്പൊ കുറച്ച് നന്നായിട്ട് ഇങ്ങനെ നമ്മൾ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടൊക്കെ ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹം. ഇത് പ്യുവർലി എൻ്റെ ആഗ്രഹമാണ്. അപ്പൊ അതുകൊണ്ട് നല്ലൊരു ഡ്രസ്സൊക്കെ വാങ്ങി നന്നായി ഡ്രസ്സൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻറ്റിൽ ഡിന്നറിന് പോകണം എന്നൊരാഗ്രഹം. അപ്പൊ അതിനുവേണ്ടി ഞാൻ വിചാരിച്ചു ഞാനൊരു ഡ്രസ്സ് വിഷ്ണുവിന് വാങ്ങിച്ചു കൊടുക്കാം, വിഷ്ണു ഡ്രസ്സല്ല ഒരു ഷർട്ട് വാങ്ങിച്ചു കൊടുക്കാം, വിഷ്ണു ഒരു ഡ്രസ്സ് എനിക്ക് വാങ്ങിച്ചു തരും. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടുപേരും മാത്രമായിട്ടുള്ള ഒരു ഡേറ്റ് നൈറ്റിന് പോകാനൊരു ആഗ്രഹം. അപ്പൊ അതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേറ്റ് ആയാൽ നടക്കില്ല. കാരണം ഇപ്പൊ തന്നെ 1 മണിക്ക് ആക്കണം എന്ന് വിചാരിച്ചു, 1:15 കഴിഞ്ഞപ്പോൾ. ഇനി നമുക്ക് പെട്ടെന്ന് ഡ്രസ്സ് ചെയ്ത് ഇറങ്ങാം. നിങ്ങൾ ചോദിക്കാറുണ്ട് ഈ വീട്ടിൽ താഴെ ഫ്ലോറിൽ ടോയ്ലറ്റ് ഇല്ലേന്ന്. താഴെ ഒരു ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ, ബാത്റൂമും പിന്നെ വേറെ ടോയ്ലറ്റും കാര്യങ്ങളും ഒക്കെ ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. പിന്നെ പ്രഗ്നന്റ് ആകുമ്പോൾ സ്റ്റെയർസ് കയറി ഇറങ്ങാൻ ബുദ്ധിമുട്ടല്ലേന്നും ചോദിക്കാറുണ്ട്. എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ മിഡ് വൈഫും അങ്ങനെ വലിയ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒന്നും പറയാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ സ്റ്റെയർസ് കയറി ഇറങ്ങുന്നതിൽ വലിയൊരു പ്രശ്നം ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. നമുക്ക് ഇത്രയും ഡ്രസ്സ് മടക്കാനുണ്ടേ. ഇന്നലെ ഞാൻ ഇതേപോലത്തെ ഒരു സെറ്റ് മടക്കി വെച്ചിരുന്നതാണ്. ഞാനിപ്പോ ഒരു ഇന്റൻസീവ് വാഷിങ്ങിലാണ്. കാരണം വിന്ററിൽ കുറെ ഡ്രസ്സ് ഇവിടെ ഹാങ് ചെയ്യുന്നുണ്ടായിരുന്നു, 1-2 തവണ ഉപയോഗിച്ചത്. അത് മുഴുവൻ ഞാൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് ഇന്ത്യൻ ക്ലോത്ത്സും കാര്യങ്ങളും ഒക്കെ കുറെ കാലമായിട്ട് വാഷ് ചെയ്യാൻ വേണ്ടി ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ വാഷ് ചെയ്തു. അപ്പോൾ ഒരു ഇന്റൻസീവ് വാഷിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഇവിടെ ഹാങ് ചെയ്ത് ഏതെങ്കിലും ഒന്ന് ഇടാം, അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു വാഷിംഗ് പിന്നെ ഞാൻ നടത്തേണ്ടി വരും. ഇതിടാം, ഇത് നല്ല ഡ്രസ്സല്ലേ, ഇതിടാനും നല്ല ഡ്രസ്സാ. ബാക്കിയൊക്കെ കുറച്ചും കൂടെ കഴിഞ്ഞൊരു 4-5 ദിവസം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ എന്നെ കാണാതെ ആയപ്പോഴേ എനിക്ക് കുറച്ച് മെസ്സേജസ് ഒക്കെ നിങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡെലിവറി കഴിഞ്ഞോ, ഞാൻ സേഫ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇതുവരെ ഡെലിവറി കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ 36 വീക്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഒരു സ്കാനിങ് ഉണ്ടാവുമല്ലോ, അതിൽ കുട്ടിയുടെ പൊസിഷനും കാര്യങ്ങളും ഒക്കെ പെർഫെക്റ്റ് ആണ്. പക്ഷേ സൂൺ ഒരു ഡെലിവറി അവർ എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലുള്ളൊരു ഫീഡ്ബാക്ക് തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്കിവിടെ 40 വീക്സ് കഴിഞ്ഞ് 42 വരെയൊക്കെ ഇവർ വെയിറ്റ് ചെയ്യും. നമുക്ക് ഇപ്പോൾ വാട്ടർ ബ്രേക്കോ അല്ലെങ്കിൽ കോൺട്രാക്ഷനൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ മേ ബി ജൂലൈ ലാസ്റ്റോ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കോ ഒക്കെ ആവുന്നുണ്ടായിരിക്കും നമ്മുടെ ഡെലിവറിയുടെ ഒരു ഡേറ്റ്. ഞാൻ ജസ്റ്റ് ഒന്ന് റെഡിയായി. നമുക്ക് സെൻറ്ററിൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ചു വന്ന് ഫുഡ് കഴിച്ച് പെട്ടെന്ന് ഇറങ്ങണം കേട്ടോ. എനിക്കിപ്പോൾ ശരിക്കും മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? പ്രത്യേകിച്ച് സമ്മറൊക്കെ ആകുമ്പോൾ ഞാനും വിഷ്ണുവും കൂടെ പുറത്ത് ഇങ്ങനെ ഒരു 5-8 കിലോമീറ്ററൊക്കെ ഓടാൻ പോകുമായിരുന്നല്ലോ. ആ ഒരു സമയം എനിക്ക് ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ഓടുന്നതല്ല എനിക്ക് മിസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ നമുക്കൊരു നല്ലൊരു ഗുഡ് ഫീൽ ഉണ്ടാവും ബോഡിക്ക്. ആ ഒരു ഫീലിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഒരു 6 to 7 months വരെയൊക്കെ ഞാൻ അത്യാവശ്യം വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഡെയിലി. പക്ഷേ അതിന് ശേഷം മിഡ് വൈഫ് പറഞ്ഞു ഭയങ്കര ഇങ്ങനെ ലോങ് റൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ചെറിയ വെയിറ്റ് ലിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിന് ശേഷം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം കഴിഞ്ഞൊരു 3-4 ആഴ്ചയായിട്ട് കാര്യമായിട്ട് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. യോഗയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നടക്കാൻ പോകുക, അതൊക്കെയാണ് ചെയ്യാറ്. എന്നാലും ആ ഒരു ഇൻറ്റൻസീവ് വർക്കൗട്ടിൻ്റെ ആ ഒരു സ്വെറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര മിസ് ചെയ്യുന്നു ഇപ്പം ഇടയ്ക്ക്. പിന്നെ യോഗ ചെയ്യുന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആക്കിയപ്പോൾ 1-2 മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്തു എന്ന് വിചാരിച്ച് നമുക്ക് നോർമൽ ഡെലിവറി ആവണം എന്നില്ല, അവർക്ക് പിന്നെയും C-സെക്ഷൻ വന്നു എന്നുള്ളതൊക്കെ. ഒരു ഡെലിവറി നോർമൽ ഡെലിവറി ആയാൽ മാത്രമാണ് അതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യമാവുന്നു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. നമുക്ക് കുട്ടീനെ നല്ല രീതിയിൽ കൈ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഏത് രീതിയിലാണെങ്കിലും ആ ഡെലിവറി സക്സസ്ഫുൾ ആണ്. പിന്നെ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് ഒരു പ്രത്യേക കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി അങ്ങനെയൊന്നുമല്ല. എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ ഇഷ്ടമാണ്, അതിൻ്റെ അഡ്രിനാലിൻ ഫീൽ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരും റെഡിയായി. ഇനി നമുക്ക് ഇറങ്ങി നമ്മുടെ ഡ്രസ്സ് വാങ്ങിക്കാനൊക്കെ പോകാൻ നോക്കാം. ഭയങ്കര ഇഷ്ടമായി പോയോ? ഞാൻ കഴിഞ്ഞ മാസം ഒരു അടിപൊളി ഇൻവെസ്റ്റ്മെന്റ് നടത്തിയായിരുന്നു, അതായിട്ടാണ് വിഷ്ണു പോണത്. ആ ഞാൻ എടുക്കാം. എന്താ അറിയോ, ഈ നമുക്ക് കഴിഞ്ഞ മാസം ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടേ പകുതി സാധനങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ബാക്കി എനിക്ക് പാകമല്ല എന്നുള്ള മട്ടിൽ റിട്ടേൺ ചെയ്യാൻ ഒരു ലോഡ് സാധനങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ പൈസ പകുതി പല പല സൈറ്റുകളിലായിട്ട് സ്റ്റക്കാണ്. ഇനി എവിടെ നിന്നൊക്കെ അത് തിരിച്ചു വന്നിട്ട് വേണം. ഇവിടെ 30 ദിവസം ഉണ്ട് കേട്ടോ റിട്ടേൺ. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. ഒരു ത്രെഡിങ് പരിപാടിയും കൂടെ ഉണ്ട്. ഒരു 4:30 നമുക്ക് ഞാനിവിടെ ഒരു പഞ്ചാബി ഡച്ച് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർ കഴിഞ്ഞ ഒരു 25-30 കൊല്ലമായിട്ട് ഇവിടെയാണ്. ഒരു മാരീഡ് ടു എ ഡച്ച് ആണോ എന്ന് ചോദിച്ചാൽ ഡച്ചാണ്, പക്ഷേ ഇന്ത്യൻ ഒറിജിനാണ് അവരുടെ പേരൻസിനൊക്കെ.
അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് പോയിട്ട് ത്രെഡ് ചെയ്യാറ്. ഇന്ന് 4:30 അവിടെ ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ട്. അപ്പോഴേക്ക് നമുക്ക് അവിടെ എത്തും വേണം. ഈ ചൂടത്ത് കാറിൽ വന്ന് കയറി എ സിയിലിരുന്നപ്പോഴേ എന്തൊരു സുഖമാണെന്നറിയോ, ഇറങ്ങാൻ തോന്നുന്നേയില്ല. നമ്മളിവിടുന്ന് നേരെ സൺചേട്ടൻ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തിനേക്കാളും കുറച്ചും കൂടെ വ്യത്യാസമുണ്ട് ഇവിടെ കാണാൻ. കണ്ടോ, ഇവരൊരു UK ഇൻസ്പയർഡ് ആയിട്ടുള്ള രീതിയിലാണ് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അമ്മു ചേച്ചിക്ക് ഇന്നൊരു എക്സാം ഉണ്ട്, ഒരു കോഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ഫൈനൽ എക്സാം ആണെന്ന് അമ്മു ചേച്ചി അതിന് പോയിരിക്കുകയാണ്. പിന്നെ ഇവർക്ക് 3 പേർക്കൊന്നും സ്കൂളില്ലാത്തത് കാരണം ഭയങ്കര ഗംഭീരമായ പെയിൻറ്റിങ്ങും ക്രാഫ്റ്റും ലഘു പരിപാടികളും ഒക്കെ ആയിട്ട് ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ സമ്മറിൽ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്നറിയോ, ഈ ഒരു സ്കൈ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. നമ്മളെ ആദ്യത്തെ പ്ലാൻ പ്രകാരം നമ്മൾ ഹോഫ് ദോർപ്പന്നെയുള്ള സെൻറ്ററത്ത് പോകാമെന്നാണ് വിചാരിച്ചേട്ടോ, ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോൾ പ്ലാൻ മാറ്റി നമ്മൾ ആംസ്റ്റൽഫൈൻ പോവാണ്. കാരണം അതിൻ്റെ അടുത്താണ് നമുക്ക് ത്രെഡ് ചെയ്യാനുള്ള സ്ഥലം. അപ്പോൾ അവിടുന്ന് പോയിട്ട് നമുക്ക് ത്രെഡ് ചെയ്തിട്ട് വരാം. ഈ ഒരു സമ്മറായി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെയുള്ള ആൾക്കാർക്ക് റോഡ് നന്നാക്കാനുള്ള ഒരു വ്യഗ്രതയാണ്. അതുകൊണ്ട് അധികം പല റോഡും ബ്ലോക്കാണ് അല്ലേ വിഷ്ണു? വിന്റർ ആയി കഴിഞ്ഞാൽ ഒന്നും ഒതുങ്ങും. എനിക്ക് തോന്നുന്നു അവർക്ക് വർക്ക് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പം സമ്മറല്ലേ. പല റോഡും നമുക്കൊരു പ്രശ്നം തോന്നില്ല കേട്ടോ, നമ്മുടെ വീടിൻ്റെ അവിടേക്കുള്ള റോഡ്. പക്ഷെ അത് വല്ല റേസിംഗ് ട്രാക്ക് പോലെയൊക്കെയല്ലോ ഒരു വൃത്തിയാക്കിയിട്ട്. നമ്മൾ ന്യൂവനപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് വീട് വാങ്ങി മാറുന്നതിൻ്റെ മുന്നേ നമ്മൾ ആംസ്റ്റൽഫൈനിൽ ഒരു റെൻറ്റഡ് അപ്പാർട്ട്മെൻറ്റിലായിരുന്നു കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത്. നല്ല വിശദീകരിച്ചൊരു ബാൽക്കണിയൊക്കെ ഉള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അവിടെയായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ആംസ്റ്റൽഫൈൻ സെൻറ്ററും എൻ്റെ ഒരു തറവാട് പോലെയായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേ ഇങ്ങോട്ട് അങ്ങനെ നമ്മളിവിടെ ആംസ്റ്റൽഫൈൻ എത്തിയിട്ടോ. ഇന്ന് നല്ല തിരക്കുള്ള ദിവസം, ഉള്ള ആൾക്കാർ മുഴുവൻ ഇവിടെയാണെന്ന് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ സമ്മർ സെയിൽ നടക്കുന്ന സമയമാട്ടോ, അതുകൊണ്ടും കൂടെ ഉണ്ടാവും കുറേ ആൾക്കാർ. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ പോണേ H&M പോയി നോക്കി നോക്കാം. എന്നിട്ട് നമ്മൾ 2 പേരും ഡേറ്റിന് പോകാനുള്ള ഓരോ ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സെലക്ട് ചെയ്യണം അല്ലേ? എക്സൈറ്റഡ് ആണോ? എന്താണ് ഈ ഒരു ഡേറ്റിനെ പറ്റി പറയാനുള്ളത്? വിഷ്ണുവിന്റെ ഈ മൊരടൻ സ്വഭാവം കാണുന്നില്ല കുറച്ചായിട്ടൊന്നല്ല നിങ്ങളുടെ കംപ്ലൈന്റ്. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ വിഷ്ണു ഒറ്റയ്ക്ക് ആകുമ്പോൾ ക്യാമറ നോക്കി സംസാരിക്കാൻ പറഞ്ഞാൽ വിഷ്ണുവിന്റെ ഇങ്ങനത്തെ പല സ്വഭാവം പുറത്തു വരും. ഇതൊരു ബഡാ H&M ആണ് കേട്ടോ. ഇവിടെ ആംസ്റ്റൽഫൈനിൽ മുന്നൊരു ചെറിയ H&M ആയിരുന്നു. ഇപ്പൊ അവര് ഇവിടെ H&M ഹോമും എല്ലാം കൂടി ആക്കിയിട്ടൊരു വൻ H&M ആയിട്ടുണ്ട്. ഡേറ്റിന് പോകാൻ വേണ്ടി കാര്യമായിട്ട് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിലേ ഇതിനുള്ളൊരു ദിവസമോ അല്ലെങ്കിൽ ഒരു ഡേറ്റോ നമ്മുടെ കയ്യിൽ ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം ഇപ്പോൾ 2-3 ദിവസത്തിൽ വിഷ്ണുവിൻ്റെ സിസ്റ്ററും ഫാമിലിയും വരുന്നുണ്ട്. പിന്നെ അവരുണ്ടായിരിക്കും നമ്മുടെ ഒപ്പം കുറച്ച് ദിവസം. അത് കഴിഞ്ഞ് അവർ പോകുമ്പോഴൊക്കെ അമ്മയും അച്ഛനും വരാനായി. ഇടയിൽ നമുക്ക് ആകെ ഒരു ദിവസമാണ് കിട്ടുക. അന്ന് നമുക്ക് പോകാൻ പറ്റിയാൽ പോയി, അല്ലാന്നുണ്ടെങ്കിൽ അതെന്നും ഒരു സ്വപ്നമായി ഈ ഒരു ഡേറ്റ് ഇങ്ങനെ നിൽക്കും. എനിക്ക് ഈ ഒരു ഷർട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാണിച്ചരേ, നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ വിഷ്ണുവിൻ്റേതായിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ട് എപ്പോഴും. അതിൻ്റെ അപ്പുറത്തേക്ക് വിഷ്ണു ഒട്ടും മാറി സഞ്ചരിക്കില്ല. ഞാൻ സഞ്ചരിപ്പിക്കാൻ 1-2 തവണ ഗിഫ്റ്റായിട്ടൊക്കെ വേറെ ഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞപ്പോൾ, ഷർട്ട് കൊടുത്തപ്പോൾ അത് പിന്നെ അലമാറയിൽ അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ശ്രമിക്കാറില്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതും ഒരു ക്രീം കളർ സമ്മർ പാൻസ് ഒക്കെ നല്ല രസമുണ്ടായിരിക്കും. ഭയങ്കര തിരക്ക്. എനിക്ക് എപ്പോഴും ഇങ്ങനെ സെയിൽ നടക്കുന്ന സമയത്ത് കടയിൽ വന്നാൽ കുറേ ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാരി വലിച്ചിട്ടിരിക്കുമായിരുന്നല്ലോ. അപ്പം എനിക്ക് കിട്ടാൻ ഭയങ്കര ടഫാണ്. വിഷ്ണു കുറച്ചു നേരം പരതി നോക്കി, പക്ഷെ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് മെല്ലെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങും. ഇപ്പോൾ നടന്നിട്ടേ ഓടിയിട്ട് ഞാൻ എത്തുന്നുള്ള. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു, ഇതാണ് നമ്മുടെ പേസ്, മനസ്സിലായോ? വേണമെങ്കിൽ ഇങ്ങനെ 2 സ്ഥലത്തേക്ക് ആടും കൂടെ ചെയ്യാം. കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ ഏകദേശം ഒരു 2 കിലോമീറ്റർ നടന്നുണ്ടാവില്ലേ? വിഷ്ണു പറയണ 1 ഉള്ളൂ, 1 എന്തായാലും 2 കിലോമീറ്ററിൻ്റെ അടുത്ത് നടന്നിട്ടുണ്ട്. രാത്രി എനിക്ക് വന്നിട്ടുണ്ടല്ലോ കയ്യും കാലൊക്കെ കടന്നിട്ട് വയ്യാതെ പോയി. അത് ഭയങ്കര സ്പീഡിൽ നടന്നിട്ട് മെല്ലെ നടക്കുകയാണ് ഞാൻ നടന്നെത്തി തന്നെ. അപ്പം അതിന് ശേഷം ഞാൻ എൻ്റെ പേസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയാണ് നടത്തുന്നത്. ഈ ഒരു ഡ്രസ്സ് നല്ല ഡ്രസ്സല്ലേ? അതിൻ്റെ വേറെ കളേഴ്സ് ഉണ്ട് കേട്ടോ. വൈറ്റ് ഒന്ന് ട്രൈ ചെയ്യാനെടുത്തു, പിന്നെ അതേ ബ്ലൂ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നെടുത്താൽ മതി. ജംപ് സ്യൂട്ട്സ് നല്ല ഡ്രസ്സുണ്ട് അല്ലേ? നമ്മൾ ട്രൈ ചെയ്തോക്കായിരുന്നോ? ഇത് എന്തൊരു നല്ല അടിപൊളി കടയാണെന്നറിയോ? ഇതൊരു ജാപ്പനീസ് ബ്രാൻഡാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല മെറ്റീരിയൽ കിട്ടും. നമുക്ക് വാങ്ങിയിട്ട് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാന്നുള്ള ടൈപ്പ് മെറ്റീരിയലല്ലേ. അങ്ങനെ വേറെ കടകൾ വെച്ച് നോക്കുമ്പോൾ പ്രൈസ് ഒരു 5-10 euros കൂടുതലാണ്. പക്ഷെ എന്നാലും നല്ല മെറ്റീരിയലല്ല. ഈ ഒരു ഷർട്ട് നല്ല ഭംഗിയില്ലേ? ഈ ഒരു ഗ്രീൻ കളർ, അത് വിഷ്ണുവിന് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് എടുത്തില്ല. പക്ഷേ ഈ കളറൊന്നും എനിക്ക് വിഷ്ണു ഇട്ട് കാണാനൊരാഗ്രഹം. ഇങ്ങനത്തെ ഒന്നും കളേഴ്സ് തീരെ ഇല്ലല്ലോ. അപ്പോൾ അതിട്ട് നോക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട്.
എനിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 ഡ്രസ്സും ഒരു ജംപ് സ്യൂട്ടും എടുത്തിട്ടുണ്ട്. പിന്നെ അതേ വിഷ്ണുവിന് വേണ്ടിയിട്ട് കുറച്ച് ഷർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുകയാണ്. വിഷ്ണുവിന് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ടീഷർട്ട്സിനെക്കാളും എപ്പോഴും കുറച്ചും കൂടെ നന്നായിട്ട് തോന്നാറ് ഷർട്ടാണ് കേട്ടോ. പക്ഷെ അത് അയേൺ ചെയ്യുക, പിടിക്കുക, ഇടുക എന്നുള്ളതൊക്കെ കുറച്ച് പണിയുള്ള കാര്യമായത് കാരണം വിഷ്ണു ഷർട്ട് ഇടുക തന്നെ ചെയ്യാറില്ല. ഇവിടുത്തെ ഡ്രസ്സിങ് റൂമിൽ പൊതുവേ ഡോറല്ല കേട്ടോ, ഇങ്ങനെ കേർട്ടൻസ് ആണ് പൊതുവേ കാണാറ്. അപ്പോൾ എനിക്കൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും വന്ന് മാറ്റി നോക്കില്ലേ, ഇത് സേഫ് ആണോ എന്ന്. പൊതുവേ കേർട്ടൻ ക്ലോസ്ഡ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ആൾക്കാരുണ്ട് എന്നാണ് കേട്ടോ അത് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഇതുവരെ ഒരാൾ വന്ന് കേർട്ടൻ മാറ്റി നോക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. തുറന്ന് കിടക്കുന്ന കേർട്ടനുള്ള റൂമിൽ മാത്രം ആൾക്കാർ കയറുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ എപ്പോഴും ഒരാളുണ്ടായിരിക്കും ഇങ്ങനെ ഡ്രസ്സിങ് റൂമിലോട്ട് കയറുന്ന സ്ഥലത്ത്. അവർ പറയും ഈ ഒരു ഡ്രസ്സിങ് റൂമിലാണ് പോകേണ്ടതെന്ന്. വിഷ്ണുവിൻ്റെ ഷർട്ടൊന്നും ഞാൻ കണ്ടപ്പോൾ അത്ര ഡ്രസ്സ് എനിക്ക് ഇട്ടപ്പോൾ തോന്നിയില്ല കേട്ടോ. എനിക്ക് മാത്രമല്ല വിഷ്ണുവിന് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ട്രൗസറിൻ്റെ ഫിറ്റിംഗ് നന്നായിട്ടുണ്ട്, അത് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ 3 ഡ്രസ്സാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എല്ലാം 2 സൈസ് വെച്ച് എടുത്തിട്ടുണ്ട്. ഏതാ ഇപ്പോൾ കറക്റ്റ് സൈസ് എന്ന് അറിഞ്ഞുകൂടാ. ഇതൊന്നും മെറ്റേണിറ്റി സെക്ഷൻ അല്ല കേട്ടോ. ഞാൻ ഇടുന്ന അധികം ഡ്രസ്സും അങ്ങനെ മെറ്റേണിറ്റി വെയർ ഭാഗത്തുനിന്ന് എടുക്കുന്നതൊന്നുമല്ല. ഏകദേശം വയറ് കൊള്ളും എന്ന് ഊഹിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കാം. നമുക്ക് ആദ്യം മീഡിയം ഇട്ട് നോക്കാം, എന്നിട്ടത് പാകം അല്ലെങ്കിൽ സ്മോളിലോട്ട് പോവാം. ഇതെനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഇവിടെ എനിക്ക് കുറച്ച് ലൂസാണ്, ഇവിടെ എനിക്ക് കറക്റ്റാണ്. എപ്പോഴും നമ്മളിങ്ങനെ വേറെ സെക്ഷനിൽ നിന്ന് നമ്മുടെ വയറും കൂടെ കൊള്ളാൻ വേണ്ടി എടുക്കുമ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. പക്ഷേ നല്ല രസമുള്ള ഡ്രസ്സ്, എനിക്ക് ഒഴിവാക്കാനും തോന്നുന്നില്ല. നോക്കി നോക്കാം. സ്മോള് നമുക്ക് പെർഫെക്റ്റ് ആട്ടോ. ഇത് വയറും കറക്റ്റാണ്, പോക്കറ്റും കറക്റ്റാണ്, ഷോൾഡർ നമുക്ക് കറക്റ്റാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ബ്ലൂ വേണോ അതോ നമ്മുടെ ഈ കളർ വേണോ? ഈ ഒരു ജംപ് സ്യൂട്ട് നല്ല രസമുണ്ട്, എനിക്കിഷ്ടമായി. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ, വയറ് കുറച്ച് മുകളിലേക്ക് നിൽക്കൊണ്ട് കാലിന് വലുപ്പം തികയുന്നില്ല. പക്ഷെ നല്ല രസമല്ല ഇത് കാണാൻ വേണ്ടിയിട്ട്. ഒഴിവാക്കാനും തോന്നുന്നില്ല, എന്താ ചെയ്യണ്ട. മുന്നേ എൻ്റെ സൈസ് എക്സ്ട്രാ സ്മോളും ആയിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം ഞാൻ സ്മോളിൽ നിന്ന് പോവുകയും ചെയ്തു, എന്നാൽ ഞാൻ മീഡിയത്തിലോട്ട് എത്തും ചെയ്തിട്ടില്ല എന്നുള്ള അവസ്ഥയാണ്. ഭയങ്കര കൺഫ്യൂഷനായിരുന്നു എനിക്ക് ഇറങ്ങിയിട്ട്, ഞാൻ ആ വൈറ്റ് എടുക്കണോ അതോ ബ്ലൂ എടുക്കണോ എന്ന്. പിന്നെ അവസാനം വളരെ കൂലങ്കൃഷിതമായി ചിന്തിച്ച് നമ്മൾ ഇതേ ആ ഒരു വൈറ്റ് ഡ്രസ്സാണ് എടുത്തത്. മുഖത്തെ ക്ഷീണം കണ്ടാൽ നമുക്ക് തോന്നില്ലേ ഏകദേശം ഒരു 4-5 കിലോമീറ്റർ നമ്മൾ നടന്നു എന്ന്. ആകെ 2-3 കടയിൽ കയറി ഇറങ്ങിയപ്പോൾ ഷോപ്പിംഗ് ഒരാൾക്ക് തരുന്ന മടുപ്പാണ് നമ്മൾ വിഷ്ണുവിൻ്റെ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് കൃത്യം 5 മിനിറ്റേ ഉള്ളൂ കേട്ടോ നമുക്ക് ത്രെഡ് ചെയ്യുന്ന സ്ഥലത്തോട്ട്. പക്ഷേ എനിക്ക് വീണ്ടും എൻ്റെ അശ്രദ്ധ എനിക്കൊരു അബദ്ധം തന്നിരിക്കുകയാണ്. അതായത് 4 മണിക്കായിരുന്നു അപ്പോയിൻമെൻറ്റ്, ഞാൻ 4:30 വിചാരിച്ചത്. പക്ഷേ ഭാഗ്യത്തിന് അവർക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് വേറെ കസ്റ്റമറൊന്നുമില്ല, വന്നോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റ വണ്ടിയില്ല റൂട്ടിൽ, നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ റോഡ് പോലെ ഉണ്ട്. ത്രെഡ് ചെയ്ത് ലുക്കായിട്ട് വരാം നമുക്ക്. എന്തൊക്കെ രീതിയിലുള്ള ചിന്തകളല്ലേ ഓരോരുത്തർക്ക്. ഞാൻ രാവിലെ അമ്മുച്ചേച്ചിനെ കണ്ടപ്പോൾ ഞാൻ പറയായിരുന്നു, എനിക്ക് ത്രെഡൊക്കെ ചെയ്ത് ലുക്കായിട്ടിരിക്കണം, കാരണം നമുക്ക് ഇനി എനി ടൈം എക്സ്പെക്റ്റിംഗ് ആണല്ലോ എന്ന്. അപ്പോൾ അമ്മുച്ചേച്ചി പറയായിരുന്നു, അമ്മുച്ചേച്ചിക്ക് അതേ തോട്ടായിരുന്നു. അമ്മുച്ചേച്ചി അതുകൊണ്ട് മുടിയൊക്കെ റെഡിയാക്കി ഐബ്രോസൊക്കെ സെറ്റാക്കി ഇരിക്കുകയായിരുന്നു. ഇതൊരു ഹോം സലൂണാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ തന്നെയാണ് ഇവരുടെ എല്ലാ പരിപാടിയും. പരിപാടി കഴിഞ്ഞു, ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ മുഖത്ത് ആകമത്തും ഒരു വെട്ടിത്തെളിച്ച ഫീൽ ഉണ്ടാവാറില്ലേ, എനിക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ആംസ്റ്റിഫൈൻ സെന്ററിൽ തന്നെ പോവാട്ടോ. വിഷുവിന് ഡ്രസ്സ് കിട്ടിയിട്ടില്ലല്ലോ, അത് നോക്കണം. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഫീഡിങ് ബ്രാ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ കടയിൽ വന്ന് നോക്കിയെടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കി വാങ്ങിക്കണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഗീത് കുറച്ച് ലിസ്റ്റ് അയച്ചിട്ടുണ്ട് ഇന്ത്യൻ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ കടയുണ്ട്, അപ്പോൾ അതൊക്കെ വാങ്ങി നമുക്ക് ഗീതുവിൻ്റെ അടുത്തോട്ട് പോകാം. ഹലോ, എന്തൊരു ചത്ത ഹലോ ആണ് വിഷ്ണു. ഉറക്കം വരുന്നുണ്ട്, അതുകൊണ്ടാണ് ചത്ത ഹലോ. ഇല്ലടോ, നമ്മൾ ഷോപ്പിങ്ങിന് ശേഷം നേരെ ഗീതുവിൻ്റെ അങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അവിടെ ചെറിയൊരു ഗോൽക്കപ്പ പരിപാടിയൊക്കെ ഉണ്ട്. മമ്മിയും പപ്പി വന്നതിന് ശേഷം 3 നേരവും വിഭവസമൃദ്ധമായ ഭക്ഷണമാണല്ലോ. മമ്മി ഉണ്ടല്ലോ എന്തൊരു സ്നേഹമാണെന്നറിയോ. എപ്പോഴും മമ്മി എന്നെ വിളിച്ചുകൊണ്ടിരിക്കും, നാളെ വരുന്നില്ലേ മറ്റന്നാൾ വരുന്നില്ലേ എന്ന് ഫുഡ് കഴിക്കാൻ. അതുകൊണ്ട് അമ്മയും അച്ഛനും ഇവിടെ എത്താൻ കുറച്ച് ലേറ്റ് ആയെങ്കിലും എനിക്ക് ഭയങ്കര കൺസിഡറേഷനാണ് മമ്മിയുടെ ഒന്നും. വീണ്ടും ആംസ്റ്റിഫൈൻ സെൻറ്റർ എത്തിയിട്ടോ വിഷുവിനൊരു ഷർട്ട് നോക്കാൻ വേണ്ടിയിട്ട്. നാളെ ഇനി വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഫുൾ ഡേ നമ്മൾ ഇതിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് പോകാം. ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യമല്ലേ, അപ്പോൾ അതങ്ങോട്ട് ചെയ്തിട്ട് പോവാം. നമ്മളിവിടെ സാറയിൽ വന്നപ്പോഴേക്ക് ഓൾമോസ്റ്റ് അടയ്ക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു 5:45 എന്തോ ആയി. 6 മണിക്ക് കട അടയ്ക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഓട്ടപ്രദക്ഷിണത്തിൽ ഞാൻ 2-3 ഷർട്ടൊക്കെ എടുത്തൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു.
അങ്ങനെ 15 മിനിറ്റിൽ നമ്മൾ സെലക്ട് ചെയ്ത 2 ഷർട്ടാണ് കേട്ടോ ഇത്. ആ ഒരു ബ്ലൂ, ആ ഒരു ഡെനിം ഫീലുള്ള ഷർട്ടില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ മനസ്സിലൊരു ഫോട്ടോഷൂട്ട് ചെയ്യാനും കൂടെ ഉണ്ടായിരുന്നു. അതിൽ ഞാനൊരു വൈറ്റ് ഡ്രസ്സായിരുന്നു, അതിൻ്റെ ഒപ്പം വിഷ്ണുവിന് ആ ഒരു ഡെനിം ഷർട്ട് എന്തായാലും മാച്ച് ആവും. അപ്പം ഇനി ഡേറ്റിന് പോയാലും ഇല്ലെങ്കിലും നമുക്ക് ആ ഷർട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇവിടെ നിന്ന് നമ്മളൊരു ഡെനിമിൻ്റെ ഷർട്ടും ഈ കാണുന്ന ഒരു ലിനൻ പാൻസും ആണ് കേട്ടോ എടുത്തത്. നമ്മളായിരുന്നു ലാസ്റ്റ് കസ്റ്റമർ. കട അടച്ചിരിക്കുന്നു. രണ്ടുപേർക്കും നല്ലോണം വിശക്കുന്നതും ദാഹിക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് ഒരു ഈവനിങ് ടീ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മളിവിടെ കാറൊക്കെ എടുത്ത് നമുക്ക് പോവാം കേട്ടോ. പക്ഷെ അതിന് മുന്നേ ഇന്നൊരു വൻ സംഭവം ഉണ്ടായി. ഞാൻ നേരത്തെ അമ്മു ചേച്ചി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അമ്മു ചേച്ചി ഇവിടെ പേഴ്സണൽ ട്രെയിനർ ആവാൻ വേണ്ടിയിട്ട് കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്നായിരുന്നു അതിൻ്റെ ഫൈനൽ എക്സാം. അമ്മു ചേച്ചി അത് പാസ്സായി. ഇന്ന് വൈകുന്നേരം ചെറിയൊരു പാർട്ടി പെട്ടെന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അമ്മു ചേച്ചിക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് നമുക്ക് വാങ്ങിക്കാം. എന്നിട്ട് നമുക്ക് പോവാം. 6 മണിയായി കഴിഞ്ഞപ്പോക്ക് കടകളൊക്കെ അടച്ചു തുടങ്ങിയിട്ടുണ്ട്. ഗീതുവിനെ പിക്ക് ചെയ്യേണ്ടി വരുമോ? പ്രതുണ്ടല്ലോ അല്ലേ. ഗീതു എന്നൊരു ഗോൾഡ് കപ്പ പരിപാടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മുച്ചേച്ചിയുടെ പരിപാടി ഓൺ ആയത് കാരണം അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഈ ഒരു ഷോപ്പ് മാത്രമാണ് 7 മണി വരെ ഓപ്പൺ. ബാക്കി എല്ലാ കടകളും അടച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാം. ഈ ഒരു സ്റ്റാൻലിയുടെ കപ്പായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ ബ്രാൻഡ്സിനെ പറ്റി വിഷ്ണുവിന് വേറെ തന്നെ ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് വിഷ്ണുവിൻ്റെ ഒപ്പം പോയി ബ്രാൻഡ്സ് വാങ്ങിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇനി വിഷ്ണു തന്നെ ഏതെങ്കിലും ഒരു ബ്രാൻഡ് അറിയാതെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഞാനെങ്ങാനും വാങ്ങിച്ചു കൊടുത്തായിരിക്കും. ബ്രാൻഡ്സ് ആളുകളെ പറ്റിക്കുന്നു എന്നുള്ള വലിയ വാദമാണ് വിഷ്ണു ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആണോ? വലിയ പറ്റിക്കലുണ്ട്. അതുകൊണ്ട് എന്താ വാങ്ങിക്കണമെന്ന് വിഷ്ണുവിന് മനസ്സിലാവുള്ളൂ. അമ്മു ചേച്ചിക്ക് എന്തായാലും സ്റ്റാൻലിയുടെ കപ്പ് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ഇതന്നെ എടുക്കാം കേട്ടോ. ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറ് കിട്ടുന്ന ആളുടെ സന്തോഷം വേണം നമ്മൾ നോക്കാൻ, കൊടുക്കുന്ന ആളുടെ അല്ല. അതുകൊണ്ട് വിഷ്ണുവിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് നമ്മൾ ഈ സ്റ്റാൻലി കപ്പനെ എടുത്തു. ഇന്നത്തെ എൻ്റെ പെട്രോൾ ഇവിടെ തീർന്നിരിക്കുകയാണ്. നമുക്കിനി ഇന്ത്യൻ സ്റ്റോറിൽ പോയി ഗീതുവിൻ്റെ ലിസ്റ്റുള്ള സാധനങ്ങൾ വാങ്ങി ഗീതുവിൻ്റെ വീട്ടിൽ പോയി ഗീതുവിനെയും മൃദുവിനെയും കൂട്ടി അമ്മു ചേച്ചിയുടെ വീട്ടിലോട്ട് പോയി അവിടെ കൗച്ചിൽ വെറുതിരിക്കാം. കേട്ടോ, വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചേ, ഇന്ന് എൻ്റെ ഒരു നല്ല മുടിയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. കുറച്ച് വൃത്തിക്കും മെനക്കൊക്കെ കിടക്കുന്നുണ്ട്. സമയം നോക്കി നോക്കൂ, 7:30 വെയിലെടുത്തിട്ട് താങ്ങാൻ വേണ്ടി ഞാൻ ഗ്ലാസ് വെച്ചതാ. ഗീതുവും പ്രതുവും ഷോപ്പിൽ എന്തോ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. എനിക്ക് ഇന്ത്യൻ സ്റ്റോറിൻ്റെ അവിടെ എത്തിയപ്പോൾ ഇറങ്ങാൻ പറ്റുന്നൊരു അവസ്ഥയായിരുന്നില്ല. കാലൊക്കെ മരവിച്ചായിരുന്നു. വിഷ്ണു പോയി വാങ്ങി വന്നു. മമ്മിയും പപ്പിയും കൂടെ വൈകുന്നേരം അവരുടെ ഈവനിങ് വാക്ക് പുലാത്തിക്കൊണ്ടിരിക്കുകയാണ്. മമ്മീനെ പോയി ഡിസ്റ്റർബ് ചെയ്തായിരുന്നു ചോദിച്ചിട്ട്. വീഡിയോയിൽ എടുക്കട്ടോ മമ്മി? മമ്മീനെ സിനിമയിലെടുത്തു. ഇന്നത്തെ ഡ്രസ് നല്ല കൊള്ളവുണ്ട്. മമ്മിക്ക് വീഡിയോയിൽ വരാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ? വീഡിയോയിൽ വരാൻ ഇഷ്ടമാണ്, മോളോട് സംസാരിക്കാൻ ഇഷ്ടമാണ്. അതെ, മമ്മിക്ക് ഭയങ്കര ഫാൻസ് ഒക്കെ ഉണ്ട്. മമ്മിക്ക് എന്താണ് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളത്? പ്രേക്ഷകരുടെ അടുത്ത് പറയാന്ന് വെച്ചാല്, നാട്ടിൽ നിന്ന് വിളിക്കുമ്പോ എല്ലാരും നല്ലത് പറയണു. മോളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ്, നല്ലതാണെന്ന് പറയണു. അവര് കാണാറുണ്ട് എല്ലാം പറയണം. അപ്പൊ മോളോട് എപ്പോഴും എപ്പോ വിളിച്ചാലും അന്വേഷണം പറയാൻ പറയും. അതെ, മമ്മീനെ വീഡിയോയിൽ എടുത്ത അപ്പൊ മമ്മിക്ക് ഇഷ്ടം പോലെ കോള് വരും. ഇഷ്ടം പോലെ വരും നാട്ടിൽ നിന്ന്. അതെ, എല്ലാരും മോളെ അന്വേഷിച്ചെന്ന് പറയാൻ പറയും, മോളുടെ ഫാനാണെന്ന് പറയാൻ പറയും. എല്ലാരും സംസാരം നല്ലതാണ്, ഐശുവിന്റെ സംസാരം നല്ലതാണ്, കേട്ടിരിക്കാൻ ഇഷ്ടമാണെന്ന് പറയും. ഇത് ഞാൻ മമ്മിക്ക് എന്താ പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ള മമ്മി എന്നെ പറ്റിയിട്ട് ഇത് പെയ്ഡ് പ്രൊമോഷൻ ആയിരുന്നു. മോളുടെ കുറിച്ചല്ലേ പറയേണ്ടത്, കാരണം എന്നെ കുറിച്ച് പറയണ്ട. മമ്മി എനിക്ക് എന്താണ് ചോറും മീൻകറിയും ഉണ്ട്. കുറച്ച് ചോറും മീൻകറി, അച്ചാറുണ്ട്. അമ്മി അച്ഛന് വരാൻ കുറച്ച് ലേറ്റ് ആയെങ്കിലും മമ്മിയും പപ്പിയും നേരത്തെ വന്നതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് ഭക്ഷണം കിട്ടാറുണ്ട്. എന്താണ് വിഷ്ണു? ഇതെന്താ? എനിക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ചോറും മീൻകറിയൊക്കെ കാണുമ്പോൾ നമുക്ക് വിശപ്പ് കൂടുമല്ലോ. അതുകൊണ്ട് കുറച്ച് ചോറും കുറച്ച് മീൻകറിയും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നാട്ടിൽ നിന്ന് കൊടുന്ന ചെമ്മീനച്ചാറും ഉണ്ട് കേട്ടോ. ഒരു പൊളി പൊളിക്കാം നമുക്ക്. പ്രതുവും ഗീതും എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി അമ്മു ചേച്ചിയുടെയും സഞ്ചേട്ടൻ്റെയും അങ്ങോട്ട് പോകാട്ടോ. നമ്മളെല്ലാവരും ഒരേ ലൊക്കാലിറ്റിയിൽ തന്നെയാണ്. എല്ലാം ഒരു 5-10 മിനിറ്റ് വ്യത്യാസമേ ഉള്ളൂ. നമ്മളെല്ലാം വീഡിയോ എടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുമായിരുന്നു അടുത്തടുത്ത് വരാൻ വേണ്ടിയിട്ട്. ഒരു ദിവസം രണ്ടാമത്തെ തവണ നമ്മൾ വീണ്ടും ഒരേ വീട്ടിലോട്ട് വരികയാണ്. നേരത്തെ നമ്മൾ കണ്ട ആൾക്കാരല്ല. ഇന്ന് ആരൊക്കെ ഉണ്ട്? ദീപച്ചേച്ചി ഉണ്ട്, അച്ചേച്ചി ഉണ്ട്, ഗീതു ഉണ്ട്. അറിയില്ല ബാക്കി ആരൊക്കെ ഉണ്ടെന്നുള്ള അവിടെ എത്തിയിട്ട് നോക്കാം. നമ്മുടെ ഗ്രൂപ്പിൽ ഒരു പോള് വന്നായിരുന്നു ആരൊക്കെ വരുന്നു. അതനുസരിച്ചാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇത്രയും സമയം എന്നറിയോ വിഷ്ണു? 8:40. എന്തൊരു വെയിലാ നോക്കി നോക്ക്. ഇന്ന് സൺസെറ്റ് 9:45 പിള്ളേരൊക്കെ അതവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നെങ്കിൽ ആശാന്റെ തഞ്ഞത്ത് അല്ലെങ്കിൽ കളറയ്ക്ക് പുറത്തെന്ന് അറിയില്ലേ. ഇനിയിപ്പോൾ
വിൻ്ററൊക്കെ കഴിഞ്ഞാൽ വെയിലുണ്ടായിരിക്കില്ല, എന്നാലും ഒരു 3-3:30 ആകുമ്പോൾ സൺസെറ്റ് ആവും, അല്ലെങ്കിൽ 9:45-10 മണിക്കൊക്കെയാണ്. ഇന്നാളൊരു ദിവസം ലോങ്ങസ്റ്റ് ഡേ ഉണ്ടായിരുന്നു. 11:30 പുറത്ത് നോക്കിയപ്പോഴും നമ്മുടെ നാട്ടിലൊരു 6:30 പോലെയൊക്കെ. അന്ന് നൈറ്റ് വളരെ കുറവും ഡേ ഭയങ്കര കൂടുതലുള്ളൊരു ദിവസമായിരുന്നു ആ ഇയറിൽ. നമ്മളോട് എത്തി. അമ്മു ചേച്ചി റിയലി ഡിസേർവ്സ് ആൻ അപ്രീസിയേഷൻ കേട്ടോ. ഒരു ഇൻറ്റൻസീവ് കോഴ്സായിരുന്നു കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് അമ്മു ചേച്ചി ചെയ്യുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് വീക്കെൻഡ്സും വീക്ക് ഡേയ്സും എല്ലാം ബിസി ആയിരുന്നു. അത് ഈ കുഞ്ഞു 3 പിള്ളേരെ വെച്ച് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷെ എന്നാലും അമ്മു ചേച്ചിക്ക് അത് ചെയ്യാനുള്ള ആഗ്രഹം കാരണം അത്രയും എഫേർട്ട് ഇട്ട് ചെയ്തെടുത്ത് ഇന്നതേ അമ്മു ചേച്ചി സക്സസ്ഫുള്ളി ഒരു പേഴ്സണൽ ട്രെയിനറായിട്ടാണ് ഇവിടെ നിന്നും കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുന്നത്. പിന്നെ ഈ കോഴ്സ് എത്ര ഇൻറ്റൻസീവ് ആയിരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അമ്മു ചേച്ചി മാത്രമല്ല, സഞ്ജേട്ടന് നല്ല എഫേർട്ട് ഇട്ടുകൊണ്ട് തന്നെയാണ് അമ്മു ചേച്ചിക്ക് ഒരു കോഴ്സ് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയത്. എന്തായാലും അടിപൊളിയായിട്ടുള്ളൊരു കാര്യം. ഇങ്ങനത്തെ കാര്യങ്ങളിൽ എപ്പോഴും അമ്മു ചേച്ചിയും ദീപ ചേച്ചിയും സഞ്ജേട്ടനും ഒക്കെ എനിക്കൊരു ഇൻസ്പിറേഷനാണ് കേട്ടോ. കാരണം എപ്പോഴും അവർ ലൈഫിൽ എന്തെങ്കിലും സംതിങ് എക്സ്ട്രാ അവർ ചെയ്തും കൊണ്ടേയിരിക്കും. ഇപ്പോൾ അമ്മു ചേച്ചി ഒരു പേഴ്സണൽ ട്രെയിനിങ് ആണെങ്കിലും, ദീപ ചേച്ചി യോഗ, സഞ്ജേട്ടൻ ഫോട്ടോഗ്രാഫി, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ലൈഫിന് ഒരു ലൈഫ് ആഡ് ചെയ്യാൻ വേണ്ടി ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. പിന്നെ നല്ല ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്ന് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം അവസാനിപ്പിച്ചു. നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സസ്നേഹം തനി മലയാളി. ടാറ്റാ. ദീപ ചേച്ചി ഇതാ ഇപ്പോഴാണ് ജിമ്മ് കഴിഞ്ഞെത്തിയേ. ഡെഡിക്കേഷൻ നോക്കണേ.